നിയമത്തെ ഗംഭീര വിജയം തന്നെയാണ്. നിയമം വാർഡെന്ന് മാത്രമല്ല, സമീപ വാർഡുകൾ, ഞാൻ നേരത്തെ സിറ്റിംഗ് കൗൺസിലറായിട്ടുള്ള പൊന്നുമംഗല വാർഡ്, ആ പൊന്നുമംഗല വാർഡ് വിജയിച്ചു, എസ്റ്റേറ്റ് വാർഡ് വിജയിച്ചു, മേലാങ്കോട് വാർഡ് വിജയിച്ചു, ഇപ്പോൾ വരാൻ പോകുന്ന പാപ്പനംകോട്, അതോടൊപ്പം കരിമം, ഈ വാർഡുകളൊക്കെ തന്നെ BJPക്ക് അനുകൂലമായി തന്നെ വരും. നിയമ നിയോജകമണ്ഡലം മൊത്തത്തിലുള്ള എല്ലാ വാർഡുകളും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിരിക്കും. അനുകൂലമായി ജനങ്ങൾ വിധി എഴുതും. ഈ ഇടതുപക്ഷ ഭരണത്തെ തൂത്തെറിയാൻ ജനങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ അവസരം വന്നു ചേർന്നു. ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിയെ തൂത്തെറിയുക തന്നെ ചെയ്യും. തിരുവനന്തപുരത്തെ നേമത്ത് വലിയ മുന്നേറ്റം വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇതുവരെ ആ നിയമം വാർഡ് വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ വലിയ ശക്തമായ മത്സരത്തിൽ വീണ്ടും വിജയിച്ചിരിക്കുന്ന MR ഗോപനോടൊപ്പമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അങ്ങനെ ഓരോ സ്ഥലത്തും BJP വലിയ മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഓരോ സ്ഥലത്തായി ഇപ്പോൾ പൊന്നുമംഗലം വാർഡിൻ്റെ വിജയകഥ പുറത്തു വന്നു. അങ്ങനെ ഓരോ വാർഡുകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ വിജയമടക്കമുള്ള വിവരങ്ങൾ ഓരോ ഘട്ടത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തുടരുക. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത്, ആ 4 ഗ്രാമപഞ്ചായത്തുകളിൽ NDA ലീഡ് നേടിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ 4 ഇതും കഴിഞ്ഞ ദിവസം പ്രജിത്തും ബിനീഷും അടക്കമുള്ള തിരുവനന്തപുരത്തെ ലേഖകർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ്. പല ഗ്രാമപഞ്ചായത്തുകളിലും റൂറലിൽ BJP സാന്നിധ്യം അറിയിക്കും, സ്വാധീനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയ സൂചന നൽകിയിരുന്നു. 4 BJP ലീഡ് നേടിയിരിക്കുന്നത്. നഗരസഭയിലെ ചെട്ടിവിളാകം വാർഡിൽ NDA സ്ഥാനാർത്ഥിയുടെ വിജയവാർത്ത വരുന്നു. ദിനേശ് കുമാർ 1029 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുകയാണ്. കുന്നുകുഴി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LDF വീണു എന്നുള്ള അപ്ഡേറ്റാണ് ശാലിനി നൽകുന്നത്. CPMന്റെ IP ബിനുവിനെ പരാജയപ്പെടുത്തി UDFന്റെ മേരി പുഷ്പം വിജയിച്ചിരിക്കുന്നു. ഒപ്പം കൊല്ലം ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ 2 സീറ്റുകളിൽ BJP വിജയം കുറിച്ചിരിക്കുന്നു. പുൽപ്പള്ളിയിൽ, വയനാട് പുൽപ്പള്ളിയിൽ നിന്നുള്ള വാർത്ത, 4 വാർഡുകളിൽ BJP വിജയിച്ചു എന്ന് അർജുൻ രാജ് അറിയിക്കുന്നു. പുൽപ്പള്ളിയിൽ 4 വാർഡുകളിൽ BJP മുന്നിലേക്ക്. ശ്രീകണ്ഠേശ്വരം വാർഡിൽ സുകന്യ ഓയുടെ വിജയം 2262 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. ആലക്കോട് ടൗൺ വാർഡ് പിടിച്ച വാർത്ത വന്നിരുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ മാന്നാ ഡിവിഷനിൽ BJPയുടെ ശ്രീരാജ് ലീഡ് തുടരുന്നു. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ 2ാം സ്ഥാനത്തേക്ക് NDA കുതിക്കുകയാണ്. UDF 14, LDF 1, NDA 9 എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ലീഡ് നില. ഏറ്റവും പുതിയ വാർത്തകളിലേക്ക്. പൂതാടിയിലെ 2 വാർഡുകളിൽ, മേപ്പാടിയിലെ 1 വാർഡിലും വയനാട്ടിൽ BJP ലീഡ് ചെയ്യുന്നു. കട്ടപ്പന നഗരസഭയിലെ സംഘർഷത്തിന്റെ വാർത്ത വരുന്നുണ്ട്. എന്തായാലും മറ്റു റിപ്പോർട്ടർമാരിലേക്ക് നമുക്ക് പോകാം. കുന്നംകുളത്തു നിന്നുള്ള അപ്ഡേറ്റ് വരുന്നു. കുന്നംകുളത്ത് LDF 15, UDF 6, NDA 5. വടക്കാഞ്ചേരിയിൽ UDF 4, LDF 8, NDA 1. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ 1 ഡിവിഷനിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. 9 UDFും 17 LDFും മുന്നിട്ട് നിൽക്കുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ LDF ഭരണം ഉറപ്പിക്കാനുള്ള സാധ്യത കാണുന്നു. LDF 31, UDF 9, NDAക്ക് 3. നഗരസഭയിലെ ഏറ്റവും പുതിയ ലീഡ് നില കുതിപ്പ് തുടരുകയാണ്. NDA 27, LDF 16, UDF 10, മറ്റുള്ളവർ 1 എന്നുള്ളതാണ്. കണ്ണമ്പല വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മറ്റുള്ളവർ എന്ന് കാണിച്ചിരിക്കുന്നത്. ആറ്റിങ്ങലിലും NDA 4 സീറ്റിൽ 4 വാർഡുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓടിക്കോണത്ത് ജയിച്ച ദീപു രാജിനെ തോളിലേന്തി പ്രവർത്തകർ പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങൾ വന്നിരുന്നു. ഒപ്പം തന്നെ പരിസരങ്ങളിലുള്ള ഞാണ്ടൂർക്കോണം വാർഡ്, BJP CPM കോട്ടയാർ ഞാണ്ടൂർക്കോണം വാർഡ് വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തിരിക്കുകയാണ് BJP. ആ നൽകുന്ന സൂചന ശരിയാണെങ്കിൽ ഇടത് കോട്ടകൾ ഇളകിയാടുന്നു. ഇടത് കോട്ടകളിലേക്ക് BJP NDA മുന്നേറ്റം കാണുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂവാറ്റുപുഴയിൽ 1 സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ NDA മുന്നിട്ട് നിൽക്കുന്നത്. UDF മുന്നിൽ നിൽക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ നെടുങ്കാട് വാർഡിൽ നിന്നുള്ള അപ്ഡേറ്റ് വരുമ്പോൾ NDA സ്ഥാനാർത്ഥി RC ബീന മുന്നിൽ നിൽക്കുകയാണ്. ഒപ്പം ശ്യാം ബാബു കോറോത്ത് ചേരുന്നു. ശ്യാം, തലസ്ഥാനത്ത് BJP NDA വാർഡുകൾ വിജയിക്കുന്നത് വാർത്തയല്ല.
ഇത്തവണ വിജയിച്ച ചില വാർഡുകളാണ് വാർത്ത. ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ മേഖലകളിൽ പൗടിക്കോണം സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് ഞാണ്ടൂർക്കോണം പിടിച്ചെടുത്തിരിക്കുന്നു. പല CPM കോട്ടകളിലും BJP മുന്നേറ്റം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ശ്രീ പ്രദീപ് പിള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മലബാർ സൈഡിലാണ്. മലബാറിൽ എസ്പെഷ്യലി കോഴിക്കോട് കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലങ്ങൾ. ഇപ്പൊ പൊറ്റമ്മൽ വാർഡ്, ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്, അപ്പൊ എനിക്കത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം പൊറ്റമ്മൽ വാർഡിൽ മറ്റൊരു സ്ഥാനാർത്ഥി വേറൊരു ചിഹ്നത്തിൽ അവിടെ വിജയിച്ചിട്ടില്ല. ആ വാർഡിലാണ് ആ ഒരു ഇടതു കോട്ട തകർത്തുകൊണ്ട് റനീഷ് താമര വിരിയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചില മാറ്റങ്ങൾ ചില പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ടെന്നത് വളരെ ശ്രദ്ധേയമാണ്. പന്തളം നഗരസഭ 5 UDF, 3 BJP, 2 LDF. അങ്ങനെ പന്തളം നഗരസഭയും പാലക്കാടും BJPക്ക് ഇപ്പോൾ അത്ര ശുഭകരമായ സൂചനയല്ല. എന്നാൽ തൃപ്പൂണിത്തറയിലെ മുന്നേറ്റം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒത്തുകളിയിലൂടെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തി വ്യക്തമായ ജനവിധിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് NDA സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള അപ്ഡേറ്റ് വരുന്നു. തിരുവല്ല നഗരസഭയിൽ വൻ മുന്നേറ്റം, 6 സീറ്റ് വിജയിച്ചിരിക്കുന്നു. അവിടെ എനിക്ക് തോന്നുന്നു ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുവല്ല നഗരസഭ. ഈ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം നേരത്തെ ശ്രീ പ്രദീപ് ചൂണ്ടിക്കാണിച്ചു. അതുപോലെ നെടുങ്കാട് വാർഡ്, അത് ഒരു കാലത്ത് ഈ ശ്രീ പ്രദീപിനൊക്കെ അറിയാം, CPMന്റെ വലിയ രീതിയിൽ ആ കോട്ട പിടിച്ചെടുത്ത ആള് കരമനയിലുണ്ട്. അദ്ദേഹം മുന്നിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെഡിക്കൽ കോളേജ് വാർഡിൽ NDA സ്ഥാനാർത്ഥി മുന്നിൽ. നെടുങ്കാട് വാർഡിൽ NDAയുടെ സ്ഥാനാർത്ഥി RC ബീന 951 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്.